ഷീജ പറഞ്ഞു പറഞ്ഞു മഴ പെയ്യിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷീജയോട് സംസാരിച്ചപ്പോൾ ആദ്യം മഴയില്ലായിരുന്നു, ഇപ്പോൾ കുട ചൂടിയിട്ടുണ്ട്. ജോസിലിനോട് സംസാരിച്ച് തുടങ്ങിയപ്പോഴും അവിടെ മഴ തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ശക്തമായ കാറ്റിന്റെ മുന്നറിയിപ്പും ഇന്ന് സംസ്ഥാനത്തുണ്ട് കേട്ടോ. അത് ഏത് രീതിയിലാണ് നൽകിയിരിക്കുന്നത്? തീർച്ചയായും മനു, ശക്തമായ കാറ്റ് തന്നെയാണ്, കാറ്റിനുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അല്പം മുൻപ് നമ്മൾ സംസാരിച്ച് അവസാനിപ്പിച്ചപ്പോൾ തന്നെ അതിന് തൊട്ടു പിന്നാലെയാണ് അതിശക്തമായ കാറ്റ് ഇവിടെ അടക്കം വീശുന്നൊരു സാഹചര്യം ഉണ്ടായി. അതായത് മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള മുൻകരുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ പലയിടങ്ങളിലും മരം കടപുഴകുന്ന ഒരു സാധ്യത അതൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപകടാവസ്ഥയിലുള്ള മരങ്ങളെല്ലാം KSEBയും അതാത് തദ്ദേശ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം കൂടി ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കാറ്റിന്റെ ജാഗ്രത അതേ രീതിയിൽ തന്നെ തുടരുന്നു. കാരണം കുറച്ചു മുൻപ് നമ്മുടെ പ്രേക്ഷകർ അവരുടെ കമന്റുകളിൽ വന്നതുപോലെ തന്നെ അതിശക്തമായ കാറ്റ് തന്നെയാണ് ഒരു അല്പസമയം മുമ്പ് ഇവിടെ വീശിയിട്ടുണ്ടായിരുന്നത്. അതിശക്തമായ കാറ്റും മഴയും ചെറിയ തോതിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ രീതിയിൽ കാറ്റിന്റെ ശക്തി ഒരല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു അന്തരീക്ഷത്തിൽ ഏത് രീതിയിൽ കാറ്റും മഴയും ഉണ്ടാകും എന്നുള്ളത് ആ രീതിയിൽ പെട്ടെന്ന് നമുക്ക് പറയാൻ കഴിയാത്തൊരു അവസ്ഥ കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് അതിശക്തമായ മഴ പെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും ആ രീതിയിലാണ്. ചിലപ്പോൾ ശക്തമായത് മുതൽ അതിശക്തമായ മഴ വരെ മുന്നറിയിപ്പില്ലാത്ത, അലർട്ടുകളില്ലാത്ത ജില്ലകളിൽ പോലും ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ അലർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിരുന്നില്ല. പക്ഷേ ശക്തമായ മഴ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ രാവിലെ മുതൽ ലഭിച്ചിരുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഏതായാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എല്ലാവരും കൃത്യമായിട്ടുള്ള മഴ മുന്നറിയിപ്പ് ഇല്ലാത്ത ജില്ലകളിൽ പോലും അതിനനുസരിച്ചുള്ള ജാഗ്രത പക്ഷേ ഒന്ന് ഉണ്ടാകണം, മഴ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടക്കം എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പ്രേക്ഷകരോടും കൂട്ടിച്ചേർക്കാനുള്ളത്. മനു, ശരി, തീർച്ചയായും തന്നെ നമുക്ക് പറയാനുള്ളത്.